ഹലോ, വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. ഒരു മികച്ച ബജറ്റ് ആണ് ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. പ്രതീക്ഷിച്ചതിലും വലിയ ആദായ നികുതി ഇളവുകളാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. ഇൻകം ടാക്സ് ഇളവുകൾ ഉണ്ടാവുമെന്ന് പൊതുവെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഒറ്റയടിക്ക് 12 ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനം ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ആരും കരുതിയില്ല. ഈ ബജറ്റിന്റെ മുഖമുദ്ര ബജറ്റ് സ്ട്രാറ്റജിയിലുണ്ടായിട്ടുള്ള മാറ്റമാണ്. പബ്ലിക് കാപ്പെക്സ് ഡ്രിവൺ ഗ്രോത്ത് എന്ന സ്ട്രാറ്റജിയിൽ നിന്ന് കൺസംഷൻ ഡ്രിവൺ ഗ്രോത്ത് എന്ന സ്ട്രാറ്റജിയിലേക്കുള്ള മാറ്റമാണ് ബജറ്റ് നൽകുന്നത്. ഇത് മനസ്സിലാക്കാൻ അല്പം വിശദീകരണം നൽകാം. 2020-21 കോവിഡ് കാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തകർച്ചയുണ്ടായി. 2020-21 സമ്പദ് വ്യവസ്ഥ 5.1% സങ്കോചിച്ചു. 5.1% കോൺട്രാക്ഷൻ ഇൻ GDP വാസ് ഹ്യൂജ്. തുടർന്നുള്ള 3 വർഷങ്ങളിൽ സമ്പദ് വ്യവസ്ഥ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. FY22, FY23, FY24 എന്നീ 3 വർഷങ്ങളിൽ GDP യഥാക്രമം 9.7%, 7%, 8.2% എന്നീ മികച്ച വളർച്ചാ നിരക്കുകളാണ് രേഖപ്പെടുത്തിയത്. ഈ മികച്ച വളർച്ചാ നിരക്ക് കൈവരിക്കാൻ സഹായിച്ചത് സർക്കാരിന്റെ കാപ്പെക്സ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഡ്രിവൺ ഗ്രോത്ത് സ്ട്രാറ്റജിയാണ്. ഡിഫൻസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റെയിൽവേസ്, റോഡ്സ്, പോർട്സ് തുടങ്ങി ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിൽ ഭീമമായ തുക ചെലവഴിച്ചാണ് പ്രധാനമായും ഈ ഉയർന്ന വളർച്ച, ഇക്കണോമിക് ഗ്രോത്ത് റിക്കവറി നേടാനായത്. FY22 5.9 ലക്ഷം കോടിയായിരുന്നു പബ്ലിക് കാപ്പെക്സ്. FY25 ഇത് 10.18 ലക്ഷം കോടിയായാണ് ഉയർന്നത്. പബ്ലിക് കാപ്പെക്സ് ഓൾമോസ്റ്റ് ഡബിൾഡ് ഫ്രം 5.9 lakh crores to 10.18 lakh crores. ഈ സ്ട്രാറ്റജി തുടരുന്നതിന് പരിമിതികളുണ്ട്. ഈ ധനകാര്യ വർഷത്തിൽ FY25 ലക്ഷ്യമിട്ട പബ്ലിക് കാപ്പെക്സ് തുകയായ 11.11 ലക്ഷം കോടി രൂപയിൽ 10.18 ലക്ഷം കോടി രൂപ മാത്രമേ ചെലവിടാനായുള്ളൂ. ഏകദേശം 10% കുറവ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ പബ്ലിക് കാപ്പെക്സിനെ ബാധിച്ചിട്ടുണ്ട് എന്നത് ഭാഗികമായി ശരിയാണ്. എന്നാൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന്റെ എബ്സോർപ്റ്റീവ് കപ്പാസിറ്റിക്കും പരിമിതികളുണ്ട്. There are limits to spending money. There are limits to കാപ്പെക്സ് ഡ്രിവൺ ഇക്കണോമിക് ഗ്രോത്ത്. മാത്രമല്ല, സസ്റ്റൈനബിൾ ഗ്രോത്ത് ആകണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ലെഡ് ഇക്കണോമിക് ഗ്രോത്ത്. ബട്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് സസ്റ്റൈനബിൾ ആയി വർദ്ധിക്കണമെങ്കിൽ കൺസംഷൻ വർദ്ധിക്കണം, ഡിമാൻഡ് വർദ്ധിക്കണം. കൺസംഷൻ ഡിമാൻഡ് ഹാസ് ബീൻ വീക്ക്, എസ്പെഷ്യലി അർബൻ കൺസംഷൻ. കൺസംഷൻ ഡിമാൻഡ് വർദ്ധിപ്പിച്ച് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് വർദ്ധിപ്പിച്ച് ഇക്കണോമിക് ഗ്രോത്ത് ഉയർത്തുക എന്നതാണ് ബജറ്റിലെ ഗ്രോത്ത് സ്ട്രാറ്റജി. ആദായ നികുതി ആനുകൂല്യങ്ങളിലൂടെ സർക്കാർ നൽകുന്ന ബെനിഫിറ്റ്സ് 1 ലക്ഷം കോടി രൂപയുടേതാണ്. ₹1 lakh crores, 1 ലക്ഷം കോടി രൂപ. ₹1 lakh crore is the tax sacrificed by the government through the tax cuts. Part of this tax saved by taxpayers will go into savings and investment. A significant part will go into consumption. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്തെല്ലാമാണ്? ഇൻകം ടാക്സ് നൽകുന്ന ആളുകൾക്കാണ് നേട്ടമുണ്ടാകുന്നത് എന്ന് ഓർക്കുക. അതുകൊണ്ട് നികുതി ബാധ്യത കുറഞ്ഞ് വിനിയോഗ്യ വരുമാനം വർദ്ധിക്കുമ്പോൾ സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ഷാംപൂ തുടങ്ങിയ കൺസ്യൂമർ സ്റ്റേപ്പിൾസിൻ്റെ ഡിമാൻഡ് അല്ല വർദ്ധിക്കാൻ പോകുന്നത്. മറിച്ച് ഡിസ്ക്രിഷണറി കൺസംഷനാണ് വർദ്ധിക്കുക. അതായത് സ്കൂട്ടേഴ്സ്, മോട്ടോർ സൈക്കിൾസ്, കാറുകൾ, വാഷിംഗ് മെഷീൻ, എയർ കണ്ടീഷണേഴ്സ് തുടങ്ങിയ കൺസ്യൂമർ ഡ്യൂറബിൾസ്, ജുവല്ലറി തുടങ്ങിയ വസ്തുക്കളുടെ ഡിമാൻഡാണ് വർദ്ധിക്കുക. ഈ വസ്തുക്കളുടെ കൺസംഷനാണ് ഡിസ്ക്രിഷണറി കൺസംഷൻ എന്ന് പറയുന്നത്. ഈ മേഖലയിലുള്ള കമ്പനികൾക്കാണ് കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാകുക. കൂടാതെ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ഫുഡ് ഡെലിവറി ബിസിനസ് എന്നീ സെഗ്മെൻറ്റ്സിനും നേട്ടമുണ്ടാകും. ഇനി ഓഹരി വിപണിയിലേക്ക് വരാം. മികച്ച ബജറ്റ് ലഭിച്ചതിന് ശേഷവും സ്റ്റോക്ക് മാർക്കറ്റ്സ് നെഗറ്റീവായാണ് പ്രതികരിച്ചത്. ഇതിന് കാരണം ട്രംപ് ടാരിഫ്സ് ആണ്. ഇന്നലെ ആഗോളതലത്തിൽ തന്നെ ഓഹരി വിപണികളിൽ വലിയ സെൽ ഓഫ് ആണ് ഉണ്ടായത്. ഇന്ത്യയിൽ ചെറിയ താഴ്ച മാത്രമേ ഉണ്ടായുള്ളൂ എന്നതാണ് വസ്തുത. തായ്വാൻ ഇൻഡെക്സിൽ 3.5%, ജപ്പാൻ ഇൻഡെക്സിൽ 2.7%, കൊറിയൻ ഇൻഡെക്സിൽ 2.5% തകർച്ചയുണ്ടായപ്പോൾ നിഫ്റ്റിയിൽ 0.5% മാത്രമാണ് കറക്ഷൻ ഉണ്ടായത്. പ്രസിഡന്റ് ട്രംപ് മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളുടെ മേൽ 25% ഇറക്കുമതി തീരുവയും ചൈനയുടെ മേൽ
10% അഡീഷണൽ ഇമ്പോർട്ട് ടാരിഫും ചുമത്തിയത് പലരും ഭയപ്പെട്ടിരുന്നത് പോലെ ഒരു ട്രേഡ് വാർ, വ്യാപാര യുദ്ധം അതിലേക്ക് നയിക്കുമോ എന്ന ഭീതിയാണ് വിപണികളെ ബാധിച്ചത്. മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ പ്രസിഡന്റ് ട്രംപ് ഒരു അബ്നോർമൽ പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നേടാൻ, അമേരിക്കയുടെ താല്പര്യം നേടാൻ അദ്ദേഹം ടാരിഫ്സ് ഉപയോഗിക്കും. എന്നാൽ ഇത് ഒരു ട്രേഡ് വാറിലേക്ക് നീങ്ങുന്നത് അമേരിക്കയ്ക്കും ദോഷം ചെയ്യും. അമേരിക്കയിലും വിലക്കയറ്റം വർദ്ധിക്കും, സാമ്പത്തിക വളർച്ചയെ ബാധിക്കും. ഇതും ട്രംപിന് അറിയാം. അതുകൊണ്ട് ടാരിഫ് ഭീഷണിയിലൂടെ പിന്നീട് നെഗോഷിയേഷനിലൂടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് മെക്സിക്കോയുടെയും കാനഡയുടെയും മുകളിൽ ചുമത്തിയ ടാരിഫ് ഒരു മാസത്തേക്ക് മരവിപ്പിച്ച് നെഗോഷിയേഷൻ തുടങ്ങാൻ ഇന്നലെ വൈകിട്ട് തീരുമാനിച്ചത്. ചൈനയും ടാരിഫിലൂടെ തിരിച്ചടിക്കാതെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ സമീപിക്കാൻ തീരുമാനിച്ചതും ഒരു ട്രേഡ് വാർ ഒഴിവാക്കാനുള്ള സ്ട്രാറ്റജിയാണ്. ഇത് ഒരു പോസിറ്റീവ് ഡെവലപ്മെൻ്റാണ്. ഈ ട്രംപ് ടാരിഫ് പോളിസി എങ്ങനെ അവസാനിക്കും എന്ന് കണ്ടറിയണം. ആദ്യഘട്ടത്തിലൊന്നും ഇന്ത്യയെ കാര്യമായി ബാധിക്കില്ല എന്നാണ് പ്രതീക്ഷ. വി വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. കഴിഞ്ഞ വർഷം ആവർത്തിച്ച് പറഞ്ഞ കാര്യം ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ആവർത്തിക്കുകയാണ്. സുരക്ഷിതത്വം ലാർജ് ക്യാപ്സിലാണ്. മിഡ് ക്യാപ്സ് ആൻഡ് സ്മോൾ ക്യാപ്സ് ഓവർ വാല്യൂഡ് ആണ് എന്ന് നിരവധി തവണ പറഞ്ഞിരുന്നു. മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിൻ്റെ വിലകളിലുണ്ടായ തകർച്ച ശ്രദ്ധിക്കുക. ഇൻഡെക്സ് ലെവലിൽ നോക്കിയാൽ ഈ വർഷം ഇതുവരെ ഇയർ ടിൽ ഡേറ്റ് നിഫ്റ്റിയിൽ 1.6% മാത്രം താഴ്ചയുണ്ടായപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ് ഇൻഡെക്സിൽ 7.4%, നിഫ്റ്റി സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ 11.6% താഴ്ചയുണ്ടായത് ഒറ്റ മാസത്തിൽ. കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബറിലെ പീക്ക് ലെവലിൽ നിന്നുള്ള താഴ്ച നോക്കിയാൽ അന്തരം ഇതിലും വളരെ കൂടുതലാണ്. ഇപ്പോഴും മിഡ് ആൻഡ് സ്മോൾ ക്യാപ് വാല്യുവേഷൻസ് കൂടുതലാണ്. സേഫ്റ്റി ഈസ് ഇൻ ലാർജ് ക്യാപ്സ്. Large cap stocks are fairly valued, even attractively valued.